KSRTCയുടെ റൂട്ട് ഓപ്റ്റിമൈസ് ചെയ്യാനും ബഞ്ചിങ് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഒരു ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് മന്ത്രി എറണാകുളത്ത് ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിലേക്ക് മാറുക എന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തും ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റൂട്ട് ഓപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. UP റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ആദ്യമായി ഇത്തരമൊരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചത്. ബാംഗ്ലൂർ BMTMCയും സമാനമായ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത്തരമൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും പൊതുഗതാഗതത്തിന് ഉപകാരം ചെയ്യും. ഈ സോഫ്റ്റ്വെയറിൻ്റെ വില നമുക്ക് മനസ്സിലാക്കുന്നത് ഏതാണ്ട് 50 കോടി രൂപയോളം വരും. അപ്പോൾ അത്രയും വിലയുള്ള ഒരു സോഫ്റ്റ്വെയർ വാങ്ങുമ്പോൾ അതിനകത്ത് KSRTCയെ മാത്രമല്ല ഈ രംഗത്ത് ഓടുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിലെ എല്ലാ വാഹനങ്ങളെയും ഉൾപ്പെടുത്തണം. സ്വകാര്യ വാഹനങ്ങളെ മാറ്റി നിർത്തുന്നതിൽ അർത്ഥമില്ല. കാരണം ഏറ്റവും ഡെൻസിറ്റിയുള്ള റൂട്ടിലാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ധാരാളം ബഞ്ചിങ് ഉണ്ട്. ബഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിൽ ഒന്നിലധികം സ്ഥലത്ത് വന്ന് ബസ്സുകൾ കയറുന്നതിനാണ് ഈ ബഞ്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആലുവ എറണാകുളം റൂട്ടാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ഡെൻസിറ്റിയുള്ള റൂട്ട്. ഈ റൂട്ട് ആലുവയിൽ നിന്ന് ഒരു ബസ് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളമശ്ശേരിയിലെത്തുമ്പോൾ ഏലൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ വന്ന് കയറും. മറ്റേ ടോൾ ജംഗ്ഷനിലെത്തുമ്പോൾ പൂക്കാട്ടുപടി എന്നുള്ള ബസ് വരും. എടപ്പള്ളിയിൽ നിന്ന് പറവൂർ സൈഡിൽ നിന്നുള്ള ബസ്സുകൾ വരും. പാലാരോട്ടത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് വൈറ്റില സർക്കുലറും വരും. കാക്കനാട് നിന്നുള്ള ബസ്സുകളും വരും. കച്ചേരിപ്പടി എത്തുമ്പോൾ ചേരാനല്ലൂർ ചിറ്റൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് 80% ബസ്സുകൾ മേന വഴിക്കും 20% ബസ്സുകൾ പത്മ വഴിക്കും ഡിവൈഡ് ചെയ്യും. കുറേ ബസ്സുകൾ 50% ബസ്സുകൾ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോകും. 50% ബസ്സുകൾ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകും. ഇതാണ് ഏറ്റവും ഡെൻസിറ്റിയുള്ള റൂട്ട്. ഈ ഡെൻസിറ്റിയുള്ള റൂട്ടിലാണ് ബഞ്ചിങ് ഉള്ളത്. ബഞ്ചിങ് എന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ യാത്രക്കാരെ കളക്ട് ചെയ്യുന്ന ഏരിയയിൽ അവരെ ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് ബസ്സുകൾ പരസ്പരം മത്സരിച്ച് ഓടുക. അങ്ങനെയാണ് കൂടുതലും അപകടങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ബഞ്ചിങ്ങുകൾ ഒഴിവാക്കണമെങ്കിൽ ഒരു ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. നമുക്ക് ജിയോ ഫെൻസിങ് ഉണ്ടെങ്കിൽ ജിയോ ഫെൻസിങ് പ്രകാരം കുറേ വയലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നല്ലാതെ ഡൈനാമിക്കായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡൈനാമിക്കായിട്ട് അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറെ അത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ ജിയോ ഫെൻസിങ്ങും ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇപ്പോൾ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് 5ഉം 10ഉം ടൈം വെച്ച് ഡിവൈഡ് ചെയ്യാനും പറ്റും. ആ ഡിവിഷൻ ശാസ്ത്രീയമായിട്ട് പുനഃക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ കൂടിയേ പറ്റുള്ളൂ. KSRTC വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയർ പൊതുജനങ്ങൾക്ക് ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റിനും കൂടി ബാധകമാണ്.